ഒരു മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവന്റെ ലൈഫ് വിജയിക്കാൻ തുടങ്ങിയെന്ന്. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള വേദപുസ്തക വാക്യം ആര് മുറുകെ പിടിക്കുന്നുണ്ടോ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും യേശുവിനെ നീ സ്നേഹിക്കുവാണെങ്കിൽ നിനക്ക് ലഭിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ ഉദിക്കും. അന്ധകാരം നിറഞ്ഞ മണ്ണിൽ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന നിന്റെ ആത്മീക ജീവിതം, ഭൗതിക ജീവിതമൊക്കെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയാണ്. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സദൃശ്യവാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, എന്റെ പക്കൽ ധനമുണ്ട്, എന്റെ പക്കൽ മാനമുണ്ട്, എന്റെ പക്കൽ പുരാതന സമ്പത്തുണ്ട്. എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ വസ്തുവകകൾ അവകാശമാക്കി കൊടുക്കും. ദൈവത്തെ ഒരാൾ എന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നോ അന്ന് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം തുടങ്ങും. ലോകവും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് യാക്കോബ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുക. അപ്പം വെറുക്കേണ്ടതിനെ വെറുക്കണം, സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കണം. ലോകത്തിൽ പാർത്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാതെ രക്ഷകനായ യേശുവിനെ ആര് സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ആര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അവനാണ് ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇന്ന് കർത്താവിനെ ഒരാൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന് നിന്റെ പണം വേണ്ട, കർത്താവിന് നിന്റെ കഴിവ് വേണ്ട, കർത്താവിന് വേണ്ടത് നിന്റെ ആഴമേറിയ സ്നേഹം. ദൈവം കൊതിക്കുന്നു നിന്റെ സ്നേഹത്തിന്. നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. രണ്ട് സ്നേഹങ്ങൾ ഒന്നിക്കപ്പെടുമ്പോൾ നിന്റെ ജീവിതം വിജയിക്കുവാൻ പോകുകയാണ്. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്നേഹിക്കേണ്ട പോലെ ദൈവത്തെ സ്നേഹിക്കാൻ, ലോകത്തെ വെറുക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. ലോക ഇമ്പങ്ങളെ വെറുത്ത് ഈ ലോകത്തിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിനെ സ്നേഹിക്കാം, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.